ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ, അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് കൂട്ടുകാരെ നിർദ്ദേശങ്ങളാണല്ലേ മുകളിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. 15 മിനിറ്റ്സ് ഈസ് ഗിവൺ ആസ് കൂൾ ഓഫ് ടൈം. 15 മിനിറ്റ് എന്താ കൂട്ടുകാരെ? കൂൾ ഓഫ് ടൈം ആണല്ലേ. ദെൻ റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ് ദം. ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഉത്തരം എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. ദെൻ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ഈ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ദെൻ അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 ടു ആക്ടിവിറ്റി 7. 2 മുതൽ 7 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. സ്റ്റോറി വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ എക്സാമിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് വരിക. ഇംഗ്ലീഷിൽ എന്തായാലും ഇതുപോലൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസേജൊക്കെ നൽകിയിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാം. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. സ്റ്റോറി വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇറ്റ് വാസ് ക്രിസ്മസ്. എന്തായിരുന്നു? ക്രിസ്മസ് ആയിരുന്നു അല്ലേ. ജിം വാണ്ടഡ് ടു ബൈ ക്രിസ്മസ് പ്രസൻറ്റ് ഫോർ ഡെല്ല. ജിമ്മിന് എന്താണ്? ഡെല്ല ഹിസ് വൈഫ് അല്ലേ. അതായത് ജിം വാണ്ട് ടു ബൈ ക്രിസ്മസ് പ്രസൻറ്റ് ഫോർ ഡെല്ല ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫായ ഡെല്ലയ്ക്ക് ഒരു ക്രിസ്മസ് പ്രസൻറ്റ് വാങ്ങണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ടായിരുന്നു? ജിമ്മിന് ആഗ്രഹമുണ്ടായിരുന്നു. ഡെല്ല ആൾസോ വാണ്ടഡ് ടു ഗിവ് ഹിം ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്. അതുപോലെ തന്നെ ഡെല്ലയ്ക്കും എന്താണ്? ഒരു ജിമ്മിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ഡെല്ല എന്താ വിചാരിക്കുന്നത്? ഡെല്ല പ്ലാൻ ചെയ്യാണല്ലേ. ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചിന് ഒരു ചെയിൻ വാങ്ങാമെന്ന് ആര് തീരുമാനിച്ചു? ഡെല്ല തീരുമാനിച്ചു. ഡെല്ല ഹാഡ് ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ. ഡെല്ലയ്ക്ക് എന്താണ്? വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾഡൻ ഹെയർ ഉണ്ടായിരുന്നല്ലേ. സോ ജിം ഡിസൈർ ടു ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അപ്പം അദ്ദേഹം എന്താ തീരുമാനിക്കുന്നത്? ജിം എന്താ തീരുമാനിച്ചത്? അവളുടെ ഭംഗിയുള്ള മുടിക്ക് എന്താണ്? യെസ്, ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അവൾക്കൊരു മനോഹരമായിട്ടുള്ളൊരു കോമ്പ് ചീർപ്പ് വാങ്ങാമെന്ന് ആര് വിചാരിക്കുകയാണ്? യെസ്, ജിമ്മ് വിചാരിക്കുകയാണ്. ബട്ട് ദേ ഡിഡിൻ ഹാവ് ഇനഫ് മണി. പക്ഷെ അവരുടെ കയ്യിൽ എന്തായിരുന്നു? അതിന് മാത്രമുള്ള പണം ഉണ്ടായിരുന്നില്ല, ആവശ്യമായ പണം ഉണ്ടായിരുന്നില്ല. സോ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. അപ്പം ജിം എന്താ ചെയ്യുന്നത്? സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച്. സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റു. ഓക്കെ, സോൾഡ് എന്താണ്? വിറ്റു. സെല്ല് നമുക്കറിയാം വിൽക്കുക അല്ലേ. സെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾഡ് എന്താണ്? വിറ്റു. ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. ഡെല്ലയ്ക്ക് കോമ്പ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ജിം എന്ത് ചെയ്യാണ്? അവൻ്റെ ഗോൾഡ് വാച്ച് വിൽക്കുകയാണ്. ബട്ട് ഡെല്ല സോൾഡ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചിന് വേണ്ടി ചെയിൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഡെല്ല എന്താ ചെയ്യുന്നത്? അവളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ അവൾ എന്ത് ചെയ്തു? വിറ്റു അല്ലേ. ബോത്ത് ജിം ആൻഡ് ഡെല്ല മെയ്ഡ് സാക്രിഫൈസ് ഫോർ ദെയർ ലവ്. അപ്പോൾ രണ്ടുപേരും എന്താണ്? ജിമ്മും ഡെല്ലയും അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ലേ അവരെന്ത് ചെയ്യാണ്? ത്യാഗം ചെയ്യാണ്. സാക്രിഫൈസ് മീൻസ് ത്യാഗം അല്ലേ. സാക്രിഫൈസസ് ഫോർ ദെയർ ലവ്. അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ ത്യാഗം ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡെല്ല വാണ്ടഡ് ടു ബൈ എ ഡാഷ് ഫോർ ഹിം. വാച്ച്, ചെയിൻ, കോം, ഹെയർ ക്ലിപ്പ്. എന്തായിരുന്നു? ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിമ്മിന് വേണ്ടിയിട്ട് വാങ്ങാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? യെസ്, നമുക്കറിയാം. എന്താ കൂട്ടുകാരെ? കോമ്പാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിമ്മിന് വേണ്ടിയിട്ടില്ല. ജിമ്മിന് വേണ്ടിയിട്ടാവുമ്പോൾ എന്താണ്? ഇത് ജിമ്മിന് വേണ്ടിയിട്ട് ചെയിൻ ആണല്ലേ വാങ്ങാൻ തീരുമാനിച്ചത്. ഡെല്ല വാണ്ടഡ് ടു ബൈ എ ചെയിൻ ഫോർ ജിം. ജിമ്മിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ വാങ്ങാനാണ് ആര് തീരുമാനിക്കുന്നത്? ഡെല്ല ആഗ്രഹിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ. എന്തുകൊണ്ടാണ് ഡെല്ല അവളുടെ മുടി വിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
യെസ്, എന്താണ്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. അവൾക്ക് ആ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള പണം ഉണ്ടായിരുന്നില്ലല്ലേ, അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? യെസ്, അവളുടെ മുടി വിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ദെൻ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ് ജിം അവൻ്റെ ഗോൾഡ് വാച്ച് വിറ്റു. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഹാഡ് നോ ചെയിൻ, ഹി വാണ്ടഡ് ടു സെൽ ഇറ്റ്, ഹി ഡിഡൻ ലൈക്ക് ഹിസ് വാച്ച്, ദെൻ ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ ആണല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? യെസ്, ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. ഡെല്ലയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആരെന്ത് വിൽക്കുന്നത്? യെസ്, ജിമ്മ ഗോൾഡ് വാച്ച് വിൽക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? സ്റ്റോറിയുടെ മെയിൻ തീം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സ്റ്റോറിയുടെ മെയിൻ തീം എന്താണ്? ഫാമിലി, ലവ് ആൻഡ് സാക്രിഫൈസ്, ഗിഫ്റ്റ്, ക്രിസ്മസ്. എന്താണ് കൂട്ടുകാരെ? ലവ് ആൻഡ് സാക്രിഫൈസ് ആണല്ലേ, സ്നേഹവും ത്യാഗവുമാണ്. അപ്പോൾ തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ലവ് ആൻഡ് സാക്രിഫൈസ്. ദെൻ ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗിവ് അപ്പ് സംതിങ് വാല്യുബിൾ. അതായത് വിലപ്പെട്ടത് ഗിവ് അപ്പ് ചെയ്യുക, നമ്മളത് അവോയ്ഡ് ചെയ്യുക, അതായത് ഒഴിവാക്കുക. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? സാക്രിഫൈസ് എന്നാണ് അല്ലേ, ത്യജിക്കുക. അതായത് നമുക്ക് വിലപ്പെട്ട സാധനങ്ങൾ ത്യജിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? യെസ്, ത്യാഗമല്ലേ. ആൻസർ എന്താണ്? ത്യാഗം. അതായത് സാക്രിഫൈസ് ആണല്ലേ ഇവിടെ വരേണ്ടത്. ആൻസർ എന്താണ്? സാക്രിഫൈസ്. ആൻസർ സാക്രിഫൈസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 2 ലെറ്റ്സ് ചാറ്റ്. ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്. ടീച്ചർ എന്താണ്? ക്ലാസ്സിലേക്ക് വന്നു. ഷീ സോ എ സാഡ് ഫേസ് എമംഗ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ ഇടയിൽ എന്താണ് അവർ ആ ഒരു സാഡ് ഫേസ് കണ്ടു അല്ലേ. ഇറ്റ് വാസ് ചെസ്റ്റർ റാക്കൂൺ. അത് ആരായിരുന്നു കൂട്ടുകാരെ? നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ ആയിരുന്നു അല്ലേ. ദ ടീച്ചർ ബിഗാൻ ടു ടോക്കിംഗ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ചെസ്റ്റർ റാക്കൂൺ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്? അവനോട് സംസാരിക്കാൻ തുടങ്ങിയല്ലേ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചെസ്റ്റർ ആൻഡ് ടീച്ചർ ആൻഡ് ചെസ്റ്റർ റാക്കൂൺ അല്ലേ. ചെസ്റ്ററും ടീച്ചറും തമ്മിലുള്ള സംഭാഷണം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്താ കൂട്ടുകാരെ ചോദിക്കുന്നത്? ചെസ്റ്റർ, വാട്ട് ഹാപ്പൻ, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണല്ലേ ചെസ്റ്ററിനോട്, ചെസ്റ്റർ എന്ത് സംഭവിച്ചു, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്, നിങ്ങനെ സാഡായിട്ട് ഇരിക്കുന്നത് എന്താ ചോദിക്കുകയാണല്ലേ. അപ്പോൾ ചെസ്റ്റർ എന്തായിരിക്കും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയല്ലേ. ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ ഹോം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാണ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ ഡിയർ, ഇസ് ദർ എനി പ്രോബ്ലം. എന്ത് പറ്റി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ ഹാവ് ഫ്രണ്ട്സ് ദർ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദം ടു. എന്താ പറയുന്നത്? ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എനിക്ക് എൻ്റെ ടോയ്സ് ഉപയോഗിച്ച് കളിക്കണം. ഐ ഹാവ് ഫ്രണ്ട്സ് ദർ, എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദം ടു, എനിക്ക് അവരോടൊപ്പം കളിക്കണമെന്ന് പറയുകയാണല്ലേ. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? ഈസ് ദാറ്റ് യുവർ പ്രോബ്ലം, അതായിരുന്നു നിൻ്റെ പ്രശ്നം. ഐ വിൽ ഗിവ് യു ന്യൂ ടോയ്സ് ടു പ്ലേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? പുതിയ ടോയ്സ് ഒക്കെ കളിക്കാൻ തരാമെന്ന് പറയൂ അല്ലേ. യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം ഹിയർ, നിനക്ക് ഇവിടെ നിന്ന് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. യു ക്യാൻ ആൾസോ പ്ലേ വിത്ത് ദം, നിനക്ക് അവരോടൊപ്പം കളിക്കാമെന്ന് പറയാണ്. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? മൈ മോം ഈസ് അലോൺ അറ്റ് ഹോം, ഐ വാണ്ട് ടു ഗോ. എൻ്റെ അമ്മ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പോകണമെന്ന് പറയുകയാണല്ലേ. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? ഡോണ്ട് യു വാണ്ട് ടു സ്റ്റഡി, നിനക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ചെസ്റ്റർ പറയാണ്, ഐ ഹാവ് ലോട്ട്സ് ഓഫ് ബുക്ക് ഇൻ മൈ ഹോം, എൻ്റെ വീട്ടിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. ഐ വിൽ സ്റ്റഡി യൂസിങ് ദാറ്റ്, ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചോളാം എന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയാൻ, ദാറ്റ്സ് നോട്ട് ഫെയർ ചെസ്റ്റർ, അത് ശരിയല്ല ചെസ്റ്ററെ. ലെറ്റ്സ് ഡു വൺ തിങ്, നമുക്കൊരു കാര്യം ചെയ്യാം. യു സിറ്റ് ഹിയർ വൺ ഡേ, നീ ഇവിടെ ഒരു ദിവസം ഇരിക്കുന്നു പറയാണല്ലേ. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു ക്യാൻ ബാക്ക് ടു യുവർ ഹോം, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും? നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയണം. അപ്പോൾ ചെസ്റ്റർ എന്ത് പറയും? ഓക്കെ പറയും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കൊണ്ട് ഈ കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 3 ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ് അല്ലേ. ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ലേ. ഡിസ്ലൈക്ക് എന്താണ്? ഇഷ്ടമില്ലായ്മ, അതായത് അനിഷ്ടം. അപ്പോൾ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ്. ചെസ്റ്റർ റാക്കൂൺ ഹാസ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ചെസ്റ്റർ റാക്കൂണിന് എന്തുണ്ട്? കുറച്ച് ലൈക്സും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഡിസ്ലൈക്സും ഉണ്ട് അല്ലേ. ഡു യു ഹാവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? നിങ്ങൾക്കുമില്ലേ ലൈക്സും ഡിസ്ലൈക്കൊക്കെ? കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ടേബിൾ സ്യൂട്ടബിളി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ടേബിള്
സ്യൂട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. വാട്ട് ചെസ്റ്റർ റാക്കൂൺ ലൈക്സ്, ഫസ്റ്റ് കോളത്തിൽ എന്തൊക്കെയാണ്, വാട്ട് ചെസ്റ്റർ റാക്കൂൺ ലൈക്സ്, ചെസ്റ്റർ റാക്കൂൺ ഇഷ്ടമുള്ളതാണല്ലേ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ചെസ്റ്റർ ലൈക്ക് റീഡിംഗ് ബുക്സ്, ദെൻ ചെസ്റ്റർ ലെസൺ ഗോ ടു സ്കൂൾ, ദെൻ ചെസ്റ്റർ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫാമിലി, ദെൻ ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ, ദെൻ എന്താണ്, ചെസ്റ്റർ ഡസൻ ലൈക്ക് ഐസ്ക്രീം, ഹി ഡസൻ ലൈക്ക് ടു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ഇവിടെ എഴുതേണ്ടത്, ഡസിൻ്റെ വെച്ചിട്ടാണ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് വാട്ട് ഡു യു ലൈക്ക് ഓർ ഡിസ്ലൈക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, ചെസ്റ്റർ ലൈക്സ് ആണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ചെസ്റ്റർ ഡസൻ ലൈക്കും എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താണ്, ഐ വെച്ചിട്ടാണല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഐ ലൈക്ക് ടു ഗോ ടു ദ ലൈബ്രറി, എനിക്ക് എന്താണ്, ലൈബ്രറിയിൽ പോവാൻ ഇഷ്ടമാണ്. ഇനി ഐ വെച്ച് എഴുതുമ്പോൾ ഇഷ്ടമല്ല എന്ന് എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഐ ഡോണ്ട് ലൈക്ക് ആണ് എഴുതുക അല്ലേ. അങ്ങനെയാണ് എഴുതേണ്ടത്, ഐ ഡോണ്ട് ലൈക്ക് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്കും ഡിസ്ലൈക്കും ഇതുപോലെ എഴുതും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ്, എനിക്ക് രാത്രി വൈകി കിടന്നുറങ്ങുന്നത് ഇഷ്ടമല്ല. ദെൻ ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ എലോൺ, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. ഐ ലൈക്ക് ടു ഈറ്റ് ഫ്രൂട്ട്സ്, എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് വെജിറ്റബിൾ, എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ലൈക്കും ഡിസ്ലൈക്കും ഇവിടെ എഴുതുക. എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ഐയല്ലേ വരുന്നത്. ലൈക്ക് ആണെങ്കിൽ നിങ്ങൾ ഐ ലൈക്ക് വെച്ച് തുടങ്ങുക. ദെൻ ഇഷ്ടമല്ല എന്ന് പറയാനാണെങ്കിൽ എന്ത് ചെയ്യണം, ഐ ഡോണ്ട് ലൈക്ക് വെച്ചാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 തോട്ട്സ് ആണല്ലേ. Haven't you read the story? The little engine that could. The little train was full of good things for the boys and the girls who were on the other side of the mountain. നിങ്ങൾ കൂട്ടുകാരെ The Little Engine That Could എന്ന സ്റ്റോറി വായിച്ചല്ലോ. Yes, the little train was full of good things for the boys and the girls who were on the other side of mountain. ആ മൗണ്ടൈൻ്റെ അതർ സൈഡിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഗുഡ് തിങ്സ് ആയിരുന്നു, നല്ല വസ്തുക്കളായിരുന്നല്ലോ ആ ട്രെയിനിൽ നിറയെ. ഇറ്റ് വാസ് മൂവിങ് ഹാപ്പിലി അലോങ് ദ ട്രാക്സ്, അതെന്താണ്, വളരെ സന്തോഷത്തോടു കൂടി ട്രാക്കിലൂടെ പോവുകയായിരുന്നു. ബട്ട് സഡൻലി ദ ട്രെയിൻ കെയിം ടു സ്റ്റോപ്പ്, പെട്ടെന്ന് എന്താണ്, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നല്ലേ. വാട്ട് മൈറ്റ് ബി ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ, ആ ലിറ്റിൽ ട്രെയിനിന്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും. യു മേ യൂസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹിൻസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തോട്ട്സ് എഴുതാവുന്നതാണ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ആയിട്ട് എന്താ എഴുതിയിട്ടുള്ളത്, ഡിഡ് ദ ട്രെയിൻ നോ വൈ ഇറ്റ് സ്റ്റോപ്ഡ്, എന്തുകൊണ്ടാണ് ആ ട്രെയിൻ സ്റ്റോപ്പ് ആയതെന്ന് ട്രെയിനിന് മനസ്സിലായിട്ടുണ്ടാവുമോ. വിൽ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ദെൻ വിൽ ഇറ്റ് തിങ്ക് ഓഫ് ദ ടോയ്സ് ആൻഡ് അതർ തിങ്സ് ഇൻ ദ ട്രെയിൻ. ട്രെയിൻ വിൽ ഇറ്റ് തിങ്ക് ഗെറ്റിംഗ് സംബഡീസ് ഹെൽപ്പ്, അതിനാരുടെങ്കിലും ഹെൽപ്പ് കിട്ടുമോ. വാട്ട് വിൽ ദ ട്രെയിൻ തിങ്ക് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്, ഗേൾസിനെയും ബോയ്സിനെയും കുറിച്ചിട്ടൊക്കെ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, തോട്ട്സ് എഴുതാൻ. ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ഓക്കെ, നമുക്ക് എഴുതാം. വാട്ട് ഹാപ്പൻ ടു മീ, എനിക്ക് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ട്രെയിൻ ചിന്തിക്കുകയാണല്ലേ, വാട്ട് ഹാപ്പൻ ടു മീ, എനിക്ക് എന്താ സംഭവിച്ചത്. ഓ ഗോഡ്, ഐ ആം സോ സാഡ്, ഞാൻ വളരെ ദുഃഖത്തിലാണ്. ഐ ട്രൈഡ് എ ലോട്ട്, ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. ബട്ട് ഐ കാൺ മൂവ്, പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ, ഈസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ, എൻജിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ. ദർ ഈസ് നോ വൺ നിയർ ടു ആസ്ക് ഫോർ ഹെൽപ്പ് ചോദിക്കാൻ തന്നെ ആരും തന്നെ ഇവിടെ അടുത്തൊന്നുമില്ല. ഡിയർ ഗോഡ്, ഡോണ്ട് യു നോ ദാറ്റ് ഇഫ് ഐ കാൺ റീച്ച് ഓവർ ദ മൗണ്ടെയിൻ, I can't reach over the mountain, the boys and girls will not have any toys or food. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ട്രെയിന്, then dear God, ഇത് പ്രിയ ദൈവമേ, don't you know that if can't reach over the mountain, എനിക്ക് മൗണ്ടൈൻ്റെ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ ഗേൾസും ബോയ്സൊക്കെ എന്താണ്, അവർക്ക് ഭക്ഷണവും ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്താണ്, ടോയ്സും കിട്ടില്ല. ഇഫ് ദാറ്റ് ഹാപ്പൻസ് വോണ്ട് ദോസ് ചിൽഡ്രൻ ബി വെരി സാഡ്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വളരെയധികം ദുഃഖത്തിലാകും. പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്, ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ ദൈവമേ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ആ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ തോട്ട്സ് നിങ്ങളുടേതായ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 5 എന്താ കൂട്ടുകാർ, ഒരു പിക്ചർ ടെയിലാണ് അല്ലേ. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. അപ്പോൾ ഇവിടെ 4 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്, 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റോറി ആക്കി എഴുതണം അല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്റ്റോറി ആകുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം കൂട്ടുകാരെ, സ്റ്റോറിക്ക് ഒരു പേര് വേണമല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോറിക്ക് ഒരു പേര് എഴുതാം. ടോമീസ് ആപ്പിൾ ട്രീ. then എഴുതാം എ ബോയ് നെയിം ടോമി പ്ലാന്റഡ് ആൻ ആപ്പിൾ ട്രീ. ഹി nurtured and it everybody by giving enough water, manure and care. Day by day the plant started to grow to it big. പിന്നെ വലുതാവുന്നത് കാണിച്ചിട്ടുണ്ടല്ലേ. One day this tree started ഒരു ദിവസം എന്താണ്, യെസ് വൺ ഡേ സ്റ്റാർട്ടഡ് ഫ്രൂട്ടിങ് അല്ലേ, അതിൽ ഫലങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇറ്റ് ഗാവ് മെനി ആപ്പിൾസ് ടു ടോമി. ഇത് ഒരുപാട് ആപ്പിൾ ടോമിക്ക് കൊടുത്തു. ഹി ബിക്കാം വെരി ഹാപ്പി. അവൻ വളരെയധികം സന്തോഷത്തിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റോറി എഴുതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോറി തയ്യാറാക്കുക. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 6 എന്താണ്, സ്കെച്ച് എ പിക്ചർ ആണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ചെസ്റ്റർ റാക്കൂൺ വിസിറ്റഡ്. ഡ്രോ ദ പിക്ചർ ആറ്റ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ് അല്ലേ. അപ്പം നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ വിസിറ്റ് ചെയ്തിട്ടുള്ള പാർക്കിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഡ്രോ ദ പിക്ചേഴ്സ് ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. അപ്പം നമ്മളിവിടെ ഈ പിക്ചറിൽ കൂടുതൽ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ നൽകിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് വേണം നമുക്കതിവിടെ ആഡ് ചെയ്യണമെങ്കിൽ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പാർക്കിലുള്ളതെന്ന്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. മനോഹരമായ പാർക്കാണല്ലേ. ദർ ആർ ഹ്യൂജ് ട്രീസ് പ്ലാന്റഡ് ആൻഡ് അറൗണ്ട് ദ പാർക്ക്. സം ഫ്ലവർ പോട്ട്സ് ആർ കെപ്റ്റ് നിയർ ദ ബെഞ്ച്. അപ്പോൾ ബെഞ്ചിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഫ്ലവർ പോട്ട്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കി ഈ പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചിത്രം, അതായത് ഒരു ചെടിയുടെ ചിത്രം വരച്ചു കൊടുക്കണം. അതായത് പൂവുള്ള ഒരു ചെടിയാവണം അല്ലേ. ഫ്ലവർ പോട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തൊരു ചെടി വരയ്ക്കുക, അതിലൊക്കെ പൂവുകളൊക്കെ വരച്ചേർക്കുക. ദെൻ കളർഫുൾ പ്ലേക്ക് മേക്ക് ദ പാർക്ക് അട്രാക്റ്റീവ്. അപ്പോൾ എന്ത് ചെയ്യുക, ഭംഗിയായി നിറം കൊടുക്കുക അല്ലേ. ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. അപ്പോൾ ഈ പൂവിന് ചുറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, ബട്ടർഫ്ലൈസിനെയും ഡ്രാഗൺ ഫ്ലൈസിനെയും പൂമ്പാറ്റകളെയും തുമ്പികളെയും വരച്ചു കൊടുക്കണം. അതായത് അവർ തേൻ കുടിക്കുന്ന ഒരു ചിത്രമാക്കി മാറ്റണം. ദെൻ എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. അപ്പോൾ ട്രീയുടെ മുകളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബേർഡിനെ വരയ്ക്കണം അല്ലേ. ദെൻ there are swings, sliders and merry-go-round in the park. അപ്പോൾ ഇനി എന്തൊക്കെ വരച്ച് ചേർക്കണം നമ്മൾ, സ്വിങ്സ് അവിടെ ഉണ്ട്, ദെൻ സ്ലൈഡ്സ് ഉണ്ട്, ദെൻ മെറി-ഗോ-റൗണ്ട് ഒക്കെ, അതൊക്കെ അല്ലാത്തതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. എ പോണ്ട് ഈസ് ദർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പാർക്ക്. പാർക്കിൻ്റെ സെൻട്രലായിട്ട് എന്തുണ്ട്, ഒരു പോണ്ട് ഉണ്ടല്ലേ. ദെൻ 2 ducks ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പോണ്ടിൽ 2 ഡക്സിനെ വരച്ചു കൊടുക്കുക. ഡക്ക് എന്താണ്, താറാവല്ലേ. എ ബ്യൂട്ടിഫുൾ ലോട്ടസ് മേക്ക് ദ പോണ്ട് പ്രിറ്റി. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളിതിൽ മനോഹരമായൊരു താമരയും വരച്ചു കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ വരച്ചു ചേർക്കേണ്ടത്. ഈസി അല്ലേ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 7 എന്താണ്, ലെറ്റ്സ് എഡിറ്റ് ആണല്ലേ. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. On 10th May 1993, a girl young of Himachal Pradesh called Dicky Dolma set a world record when he became the youngest woman the world to climb the Everest. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കൂ. ഗേൾ യങ് എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. അവിടെ എന്താണ്, ഗേൾ യങ് എന്നാണോ വരേണ്ടത്, അല്ല, എന്താണ്, യങ് ഗേൾ എന്നാണല്ലേ വരേണ്ടത്. എന്താണ് അവിടെ എഴുതേണ്ടത്, യങ് ഗേൾ. ദെൻ ഡിക്കി ആണല്ലേ, ബി അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കൂ, ഡിക്കി. ഇവിടെ എന്താണ് നോക്കൂ, ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി. അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണല്ലേ വരേണ്ടത്. ഡി എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ് വരേണ്ടത്. ദെൻ റെക്കോർഡ് വെൻ ഹി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ. അപ്പോൾ ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ആണല്ലോ. അപ്പോൾ അവിടെ ഹി അല്ല ഷീ അല്ലേ വരേണ്ടത്. യെസ്, ഷീ ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേൾഡ് ടു ക്ലൈം ദ എവറസ്റ്റ്. ഓൺ ആണോ അവിടെ വരേണ്ടത്, അല്ലല്ലേ. വുമൺ ഇൻ ദ വേൾഡ് ടു ക്ലൈംബ് അല്ലേ. അപ്പോൾ അവിടെ ക്ലൈംബ് എന്നുള്ളിടത്ത് എന്താണ് തെറ്റ് കൂട്ടുകാരെ, ക്ലൈംബിൻ്റെ സ്പെല്ലിങ് ശരിയാണോ, അല്ലല്ലേ. എന്താണ് സ്പെല്ലിങ്, CLIMB ആണല്ലേ. എന്താണ്, CLIMB. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ശരിയായ രീതിയിൽ എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.